ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നൊരു ഫുൾ ബ്ലോഗാണ്. കുട്ടികളുടെ കയ്യിൽ ചക്കക്കുരു നേരാക്കാൻ കൊടുത്തണം. അവർ ടി വിയും കണ്ട് കുറേ കഥയും പറഞ്ഞ് എന്തൊക്കെ ചെയ്തു. ലാസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഞാൻ തന്നെ അത് ചെയ്യേണ്ടി വന്നു. ഇത് ചക്കക്കുരു നേരാക്കി കൊടുത്താൽ ഒരു കിലത്തിന് 10 രൂപ കിട്ടും. എന്തിനാ വെറുതെ കളയണം. പിന്നെ എൻ്റെ മോള് സെൻറ്റ് ഓഫ് പോകണം കൊണ്ട് ഷോപ്പിങ്ങിന് പോകണം പറഞ്ഞിട്ട് അവൾ പോയി. സ്കൂൾ ലീവായതുകൊണ്ട് അവൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതും എൻ്റെ തലേക്കായി. ഞാനാണ് അതൊക്കെ ചെയ്തത്. ചക്ക എടുക്കണം കൊണ്ട് നേരത്തെ കാലത്തെ പണി ചെയ്ത് കഴിഞ്ഞാൽ ജോലി ചെയ്താൽ നമുക്കത് ചെയ്യാനിരിക്കാമല്ലോ പറഞ്ഞിട്ട് ഞാൻ എളുപ്പം അടിച്ചു വാരാനും വൃത്തിയാക്കാനും തുടങ്ങി. മോള് പേടിച്ച് പറിച്ചിരിക്കുന്നു. ഇപ്പോൾ അവൾ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ അടിച്ചു വാരി അതൊക്കെ വൃത്തിയാക്കിയ ശേഷം അടുക്കളയിൽ കയറി നോക്കി പാത്രം കഴുകാൻ. അടുക്കള പൊഴുത്ത് കിടക്കുകയായിരുന്നു. പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ വൃത്തിയാക്കാൻ തുടങ്ങി. പെണ്ണായി ജനിച്ചാൽ എന്തൊക്കെയാണല്ലേ. രാത്രി കിടക്കുക, രാവിലെ എണീക്കുക, അടിക്കുക, തുറക്കുക, കഴുകുക, പിന്നെ രാത്രിയാകുക, കിടക്കുക, പിന്നെ രാവിലെ എണീക്കുക, അടിക്കുക, തുറക്കുക. ഇതന്നെ പെണ്ണുങ്ങളുടെ ജോലി. ഒന്ന് പഠിക്കണം. ഇല്ല പറഞ്ഞ് ഇതന്നെ അവസ്ഥ. ഇടയിൽ ഒരു അടവിൻ്റെ കാര്യങ്ങളുണ്ട്. അവർ വന്നു, അത് നോക്കി. അത് കഴിഞ്ഞ ശേഷം മീനിൻ്റെ തല കെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു കറി വെച്ചു. മോട്ടർ കേടായിട്ട് ഒരാഴ്ചയായി. വെള്ളമില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം കോരുന്ന ഇടയിലേക്ക് എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് കയറും പൊട്ടി കിണറ്റി ചാടി ബക്കറ്റ്. എൻ്റെ മോനാണ് കയറിയെടുത്തത്. പിന്നെ ചക്ക നേരാക്കാണ്ടിരുന്ന അത് സമയമാകുമ്പോൾ ചക്ക നേരാക്കാൻ പോയിരുന്നു. കാറ്റും കൊണ്ട് ബാക്കിൽ കാറ്റ് വീശുമ്പോൾ നല്ല സുഖമാണ് ഇരിക്കാൻ. എല്ലാ കാര്യങ്ങളും ഓർത്തു അങ്ങനെ ഇരുന്ന് ചക്ക നേരാക്കാൻ തുടങ്ങി. ചക്ക നേരാക്കാൻ തുടങ്ങി. ചുള പേർത്തിയിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് ചുള പേർത്തിയിട്ട് നേരാക്കുക. ഉള്ളിൽ കൊണ്ടുവന്ന് ചുള പേർത്തി പിച്ചാൻ തുടങ്ങി. എൻ്റെ കൂടെ റയ്യും കൂടി ഈ പ്രാവശ്യം. റയ്യ ഉണ്ടായിരുന്നു. അവളും ഞാനും പാടെ ചക്ക നേരാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോയതാണ്. ചെടികളൊക്കെ വാടി കിടക്കുന്നുണ്ടായിരുന്നു. ചെടികൾ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നതാണ്. മോട്ടർ കേടായതുകൊണ്ട് വെള്ളം ഒഴിക്കാണ്ട് ഒക്കെ കരിഞ്ഞു പോയി. നല്ല വിഷമമുണ്ട്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ സ്ഥലം. നല്ല ഒരു പൂക്കളായിട്ടിരുന്നു. അത് പോയി. പിന്നെ അടുക്കളയിൽ കയറിപ്പോയി. ഇപ്പോൾ അതാ പിന്നെ ആദ്യത്തെ പോലെ തന്നെ. പിന്നെ അതൊക്കെ വൃത്തിയാക്കി ചായ വെച്ചു, കുളിച്ചു, മഗ്‌രിബ് നിസ്കരിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിയമോൾ വന്നു. റയ്യ നിയമോളും കൂടി ഒരേ കളിയും പാട്ടും തമാശയും അതും കണ്ടു. കുറച്ച് നേരം സമയം കളഞ്ഞു. അവർ രണ്ടാളും കൂടിയ പിന്നെ പറയേ വേണ്ട. ഒരു പാട്ടും ബഹളും ഡാൻസും ഒക്കെ ഇരിക്കുക. രണ്ടാളും ഞാൻ പിന്നെ പറഞ്ഞുതരാം. അവരുടെ ഡാൻസും പാട്ടൊക്കെ കഴിയുമ്പോഴത്തേന് എൻ്റെ മോൾക്ക് പുറത്ത് പോകണമെന്ന് ഒരേ വാശി. ഈ നേരത്ത് പോകണ്ട പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ല. എന്തോ സർപ്രൈസ് ഉണ്ട് പറഞ്ഞിട്ട് അവൾ പോവുകയും ചെയ്തു. പോയിട്ട് വന്ന എന്താ സർപ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ കഴിഞ്ഞ് 20ാമത്തെ കൊല്ലമാണ്. 20 കൊല്ലത്തിൽ ഒരു വട്ടം പോലും ഞങ്ങൾ സെലിബ്രേഷൻ ചെയ്തിട്ടില്ല. അത് ഓർക്കും കൂടിയില്ല. ഓർമ്മ ഉണ്ടാവില്ല. വെഡ്ഡിങ് ഡേ വരുന്നതും അറിയില്ല, പോണതും അറിയില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ഉണ്ടാകുക. കുറേ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. പിന്നെ എൻ്റെ മോൾ ഒരു കേക്കും കൊണ്ടുവന്നു. ശരി, വേണോ വേണ്ടേ എന്നുള്ളതിൽ എൻ്റെ ഭർത്താവും കൂടി ഞങ്ങൾ മുറിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊന്നും ഉണ്ടാകലില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു സന്തോഷവും മടിയൊക്കെ ഉണ്ടാവില്ല. അതിനിപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചത്. ഇനി ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ പോയി ഒരു സെലിബ്രേഷനായിട്ട്. ഓക്കെ, ഇനി പുതിയൊരു ബ്ലോഗിൽ കാണാം. ബൈ.